അധ്യായം 52 സൂറത്ത് തൂർ. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 49. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖ്ഖിൻ മൻശൂർ വൽബൈത്തിൽ മഅ്മൂർ വസ്സഖഫിൽ മർഫൂഅ് വൽബഹ്റിൽ മസ്ജൂർ. പർവ്വതവും വിരുത്തി തുറന്ന് വെക്കപ്പെട്ട തോലിൽ ക്രമീകരിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥവും ധാരാളം പെരുമാറ്റമുള്ള മന്ദിരവും ഉയർത്തപ്പെട്ട മേൽത്തട്ടും നിറഞ്ഞു നിൽക്കുന്ന സമുദ്രവും തന്നെയാണ് സത്യം. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. തീർച്ചയായും താങ്കളുടെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്. മാ ലഹു മിൻ ദാഫിഅ. അതിനെ തടയുന്ന ആരുമില്ല. യൗമ തമൂറുസ് സമാഉ മൗറാ വതസീറുൽ ജിബാലു സൈറാ. ആകാശം കിടുകിടാ വിറയ്ക്കുകയും പർവ്വതങ്ങൾ ശക്തിയായി ചലിക്കുകയും ചെയ്യുന്ന ദിവസം അതുണ്ടാകും. ഫവൈലു യൗമഇദിൻ ലിൽമുകദ്ദിബീൻ. എന്നാൽ സത്യനിഷേധികൾക്കാണ് അന്നത്തെ ദിവസം വമ്പിച്ച നാശം. الذين هم في خوض يلعبون. അതായത് അനാവശ്യത്തിൽ മുഴുകി വിനോദിക്കുന്നവർക്ക്. يوم يدعون إلى نار جهنم دعا. അതെ, നരകത്തിലേക്ക് അവർ ഊക്കോടെ പിടിച്ചു തള്ളപ്പെടുന്ന ദിവസം. هذه النار التي كنتم بها تكذبون. അന്ന് അവരോട് പറയപ്പെടും, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന നരകമാണ് ഇത്. أفسحر هذا أم أنتم لا تبصرون. അപ്പോൾ ഇതൊരു മാരണമാണോ, അതല്ല ഇത് നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടോ? يصلوها فاصبروا أو لا تصبروا سواء عليكم إنما تجزون ما كنتم تعملون. നിങ്ങൾ ഇതിൽ കടന്നുകൊള്ളുക, എന്നിട്ട് ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്യുക. രണ്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമമാണ്. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് മാത്രമാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം. തീർച്ചയായും ഭയഭക്തിയുള്ളവർ സ്വർഗ്ഗങ്ങളിലും സുഖാനുഭൂതിയിലുമാകുന്നു. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. തങ്ങളുടെ റബ്ബ് നൽകിയതിൽ ആനന്ദം കൊള്ളുന്നവരായിക്കൊണ്ട് കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് അവരുടെ റബ്ബ് അവരെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനും പ്രതിഫലമായി സന്തുഷ്ടരായും കൊണ്ട് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് അവരോട് പറയപ്പെടും. മുത്തകിഈന അലാ സുറുരിൻ മസ്ഫൂഫത്തിൻ വസവ്വജനാഹും ബിഹൂരിൻ ഐൻ. അണിയണിയായി നിരത്തിവെക്കപ്പെട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായി അവർ ആനന്ദിക്കും. വെളുത്തവരും വിശാലാക്ഷികളുമായ ഇണകളെ നാം അവർക്ക് ഇണ ചേർത്ത് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. സത്യത്തിൽ വിശ്വസിക്കുകയും
തങ്ങളുടെ സന്താനങ്ങളെ സത്യത്തിൽ വിശ്വസിച്ചവരായതുകൊണ്ട് പിന്തുടർത്തുകയും ചെയ്തവരാകട്ടെ, അവരുടെ സന്താനങ്ങളെ സ്വർഗത്തിൽ അവരോട് നാം ചേർത്തു കൊടുക്കുന്നതാണ്. അവരുടെ പ്രവർത്തന ഫലങ്ങളിൽ നിന്നും ഒന്നും നാം കുറയ്ക്കുന്നതുമല്ല. ഓരോ മനുഷ്യനും താൻ സമ്പാദിച്ചതിന് പണയം വെക്കപ്പെട്ടവനാണ്. وَأَمْدَدْنَاهُمْ بِفَاكِهَةٍ وَلَحْمٍ مِّمَّا يَشْتَهُونَ അവരാഗ്രഹിക്കുന്നതിൽ നിന്നുള്ള പഴങ്ങളും മാംസവും നാം അവർക്ക് വിശാലമാക്കി കൊടുക്കുന്നതാണ്. يَتَنَازَعُونَ فِيهَا كَأْسًا لَّا لَغْوٌ فِيهَا وَلَا تَأْثِيمٌ അവർ തമ്മിൽ മദ്യക്കോപ്പകൾ കൈമാറും, യാതൊരു അനാവശ്യവും അതിലില്ല, കുറ്റകരമായതും ഇല്ല. وَيَطُوفُ عَلَيْهِمْ غِلْمَانٌ لَّهُمْ كَأَنَّهُمْ لُؤْلُؤٌ مَّكْنُونٌ അവരുടെ ബാലന്മാർ അവർക്കിടയിൽ സേവനസന്നദ്ധരായി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും, അവർ മറച്ചുവെക്കപ്പെട്ട മുത്തുപോലെയായിരിക്കും. وَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ അവർ പരസ്പരം പലതും ചോദിച്ചുകൊണ്ട് അന്യോന്യം അഭിമുഖമായിരിക്കും. قَالُوا إِنَّا كُنَّا قَبْلُ فِي أَهْلِنَا مُشْفِقِينَ അവർ പറയും, നാം ഇതിനു മുമ്പ് നമ്മുടെ കുടുംബത്തിലായിരിക്കെ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായിരുന്നു. فَمَنَّ اللَّهُ عَلَيْنَا وَوَقَانَا عَذَابَ السَّمُومِ അതിനാൽ അല്ലാഹു നമ്മോട് ദയ കാണിച്ചു, നരകശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. إِنَّا كُنَّا مِن قَبْلُ نَدْعُوهُ إِنَّهُ هُوَ الْبَرُّ الرَّحِيمُ തീർച്ചയായും ഇതിനു മുമ്പ് നാം അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവൻ നന്മ ചെയ്യുന്നവനും പരമകാരുണികനും തന്നെയാണ്. فَذَكِّرْ فَمَا أَنْتَ بِنِعْمَةِ رَبِّكَ بِكَاهِنٍ وَلَا مَجْنُونٍ അതുകൊണ്ട് നബിയെ, താങ്കൾ ഉദ്ബോധിപ്പിക്കുക, താങ്കളുടെ റബ്ബിന്റെ അനുഗ്രഹത്താൽ താങ്കൾ ഒരു പ്രശ്നം വെക്കുന്ന ആളല്ല, ഒരു ഭ്രാന്തനുമല്ല. أَمْ يَقُولُونَ شَاعِرٌ نَتَرَبَّصُ بِهِ رَيْبَ الْمَنُونِ അതല്ല, അദ്ദേഹം ഒരു കവിയാണ്, വല്ല കാല വിപത്തും അദ്ദേഹത്തെ ബാധിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം എന്ന് അവർ പറയുന്നുവോ? قُلْ تَرَبَّصُوا فَإِنِّي مَعَكُمْ مِنَ الْمُتَرَبِّصِينَ താങ്കൾ പറയുക, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, എന്നാൽ തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരിൽ പെട്ടവരാകുന്നു. أَمْ تَأْمُرُهُمْ أَحْلَامُهُم بِهَذَا أَمْ هُمْ قَوْمٌ طَاغُونَ അതല്ലെങ്കിൽ അവരുടെ ബുദ്ധികൾ ഇതിന് ഇങ്ങനെ പറയാൻ അവരോട് കൽപ്പിക്കുകയാണോ? അതല്ല, പക്ഷേ ധിക്കാരിയായ ജനതയാകുന്നു. أَمْ يَقُولُونَ تَقَوَّلَهُ بَل لَّا يُؤْمِنُونَ അതല്ലെങ്കിൽ അദ്ദേഹം മുഹമ്മദ് നബി ഇത് ഖുർആൻ സ്വയം കെട്ടിയുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നുവോ? പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല. فَلْيَأْتُوا بِحَدِيثٍ مِثْلِهِ إِن كَانُوا صَادِقِينَ എങ്കിൽ ഇതുപോലെയുള്ള ഒരു സന്ദേശം അവർ കൊണ്ടുവരട്ടെ, അവർ സത്യസന്ധരാണെങ്കിൽ. أَمْ خُلِقُوا مِنْ غَيْرِ شَيْءٍ أَمْ هُمُ الْخَالِقُونَ അതല്ല, ഒരു വസ്തുവുമില്ലാതെ അവരങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ, അതോ അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? أَمْ خَلَقُوا السَّمَاوَاتِ وَالْأَرْضَ بَل لَّا يُوقِنُونَ അതല്ല, അവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, പക്ഷേ അവരൊന്നും ദൃഢമാക്കുന്നില്ല. أَمْ عِندَهُمْ خَزَائِنُ رَبِّكَ أَمْ هُمُ الْمُصَيْطِرُونَ അതല്ല, അവരുടെ പക്കലാണോ താങ്കളുടെ റബ്ബിന്റെ ഖജനാവുകൾ, അതോ അവരാണോ അധികാരം നടത്തുന്നവർ?
أم لهم سلم يستمعون فيه فليأت مستمعون بسلطان مبين. അതല്ല, കയറിച്ചെന്ന് ശ്രദ്ധിച്ചു കേൾക്കാവുന്ന എന്തെങ്കിലും കോണി അവർക്കുണ്ടോ? എങ്കിൽ അവരിൽ ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ വ്യക്തമായ ഒരു തെളിവ് കൊണ്ടുവരട്ടെ. أم له البنات ولكم البنون. അതല്ല, പെൺകുട്ടികൾ അല്ലാഹുവിനും ആൺകുട്ടികൾ നിങ്ങൾക്കുമാണോ? أم تسألهم أجرا فهم من مغرم مثقلون. അല്ലെങ്കിൽ നബിയെ, താങ്കൾ അവരോട് എന്തെങ്കിലും പ്രതിഫലം ചോദിക്കുകയും അതുമൂലം അവർ എന്തെങ്കിലും കടബാധ്യതയാൽ വിഷമം ബാധിച്ചവരാവുകയും ചെയ്യുന്നുണ്ടോ? أم عندهم الغيب فهم يكتبون. അതുമല്ലെങ്കിൽ തങ്ങളുടെ പക്കൽ എന്തെങ്കിലും അദൃശ്യജ്ഞാനമുണ്ടായിരിക്കുകയും എന്നിട്ട് അതവർ എഴുതുകയും ചെയ്യുന്നുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ അവർ പ്രവാചകനെ എതിർക്കുന്നത്? أم يريدون كيدا فالذين كفروا هم المكيدون. അതല്ല, അവർ വല്ല കുതന്ത്രവും ഉദ്ദേശിക്കുന്നുണ്ടോ? എന്നാൽ ആ സത്യനിഷേധികൾ തന്നെയാണ് പരാജയപ്പെടുത്തപ്പെടുന്നവർ. أم لهم إله غير الله سبحان الله عما يشركون. അതല്ല, അല്ലാഹു അല്ലാതെ അവർക്ക് ഏതെങ്കിലും ഇലാഹുണ്ടോ? അവർ പങ്കുചേർക്കുന്നതിൽ നിന്നും അല്ലാഹു എത്ര പരിശുദ്ധൻ. وَإِن يَرَوْا كِسْفًا مِّنَ السَّمَاءِ سَاقِطًا يَقُولُوا سَحَابٌ مَّرْكُومٌ. ആകാശത്തുനിന്ന് ഒരു കഷണം വീഴുന്നതായി കണ്ടാലും അവർ പറയും, ഇത് ആട്ടിയാക്കപ്പെട്ട മേഘമാണെന്ന്. فَذَرْهُمْ حَتَّى يُلَاقُوا يَوْمَهُمُ الَّذِي فِيهِ يُصْعَقُونَ. ആകയാൽ അവർ മരണമടയുന്ന ആ ദിവസത്തെ കണ്ടുമുട്ടുന്നതുവരെ നബിയെ, താങ്കൾ അവരെ വിട്ടേക്കുക. يَوْمَ لَا يُغْنِي عَنْهُمْ كَيْدُهُمْ شَيْئًا وَلَا هُمْ يُنصَرُونَ. അതായത്, അവരുടെ കുതന്ത്രമൊന്നും അവർക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത, അവർ സഹായിക്കപ്പെടാത്ത ആ ദിവസം. وَإِنَّ لِلَّذِينَ ظَلَمُوا عَذَابًا دُونَ ذَلِكَ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ. തീർച്ചയായും അക്രമം പ്രവർത്തിച്ചവർക്ക് അതല്ലാത്ത ശിക്ഷയുമുണ്ട്, പക്ഷേ അവരിൽ അധിക പേരും അതറിയുന്നില്ല. وَاصْبِرْ لِحُكْمِ رَبِّكَ فَإِنَّكَ بِأَعْيُنِنَا وَسَبِّحْ بِحَمْدِ رَبِّكَ حِينَ تَقُومُ. നബിയെ, താങ്കളുടെ റബ്ബിന്റെ വിധി അവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതുവരെ താങ്കൾ ക്ഷമിക്കുക. താങ്കളെ ഞാൻ കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യും. എഴുന്നേൽക്കുന്ന സമയത്ത് താങ്കളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുക. وَمِنَ اللَّيْلِ فَسَبِّحْهُ وَإِدْبَارَ النُّجُومِ. രാത്രിയിൽ നിന്നും അല്പസമയവും നക്ഷത്രങ്ങൾ അസ്തമിക്കുമ്പോഴും അവന് തസ്ബീഹ് നടത്തുക.